മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. FCRയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ അതിലും എടുത്തു പറയുകയാണെങ്കിൽ പാലയിലൊക്കെ ഷോൺ ജോർജിനെയൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടി UDF ഒക്കെ അവിടെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ആയിട്ട് FCRയെ പൊക്കിപ്പിടിച്ച് രംഗത്ത് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പരമാവധി അച്ഛന്മാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ UDFും LDFും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഷോൺ ജോർജ് ഒക്കെ പാലയിലൊക്കെ ഓരോരോ കവലയിലും രംഗത്തെത്തിയിട്ട് ഈ SUPIക്ക് വേണ്ടിയിട്ട് മൂട്ട് പോയിട്ട് പറയിപ്പിക്കുന്നില്ല. അത്രത്തോളം UDFും LDFും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് വാദിച്ചതിനെ കുറിച്ചൊക്കെ എണ്ണി ഷോൺ ജോർജ് പറയുന്നുണ്ട്. നമുക്കത് ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം. അതിനു മുമ്പേ ആയിട്ട് ഇതൊക്കെ എത്രത്തോളം വലിയ തട്ടിപ്പ്, പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനത്തിലേക്ക് പോലും കണക്ട് ചെയ്തിട്ട് ഇതിന്റെ പണം എങ്ങനെ വരുന്നു എന്നൊക്കെ സന്തോഷ് പണ്ഡിറ്റ് കൃത്യമായിട്ട് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചേൽപ്പിക്കും. ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാ. ഞാനൊന്ന് വായിച്ചേൽപ്പിക്കും. FCRA വഴി വിദേശ ഫണ്ട് വരുമ്പോൾ കണക്ക് കാണിക്കണം എന്ന് പറയുമ്പോൾ ചില സംഘടനകൾ പേടിക്കുന്നത് എന്തുകൊണ്ട്? FCRA ഫണ്ട് വാങ്ങി ചാരിറ്റി അനാഥകർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭൂരിഭാഗം എയ്ഡഡ് അൺഎയ്ഡഡ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളും നന്നായി കണക്ക് കാണിച്ച് ഫണ്ട് വാങ്ങുന്നവർ ആണ്. പക്ഷെ ചില തരികിട സ്കൂളുകളിൽ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല. FCRA ഫണ്ടിന്റെ പിന്നിലെ തട്ടിപ്പ് ഇങ്ങനെ നടക്കുന്നു. തട്ടിപ്പിന്റെ രീതി ഇങ്ങനെയാണ്. നിങ്ങളൊക്കെ വലിയ ഫീസും ഡൊണേഷനും ഒക്കെ കൊടുത്ത് FCRA ഫണ്ട് വാങ്ങിക്കുന്ന അനാഥ കുട്ടികൾ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുക ആണെന്ന് സങ്കല്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് സാഹിബിനെയും മദാമയും ഒക്കെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ ഫോട്ടോ വീഡിയോ എടുക്കുന്നു. നിങ്ങളൊക്കെ അനാഥരാണെന്നും അല്ലെങ്കിൽ ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണെന്നും ഈ ചാരിറ്റി വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളെ സൗജന്യമായി പഠിപ്പിക്കുന്നു, ഭക്ഷണം, വസ്ത്രം, താമസം ഒക്കെ തരുന്നു എന്നൊക്കെ ആയിരിക്കും നേരിൽ വന്ന് സത്യം മനസ്സിലാക്കുവാൻ വന്ന ഈ സായിപ്പിനെയും മദാമയെയും ഈ തരികിടക്കാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഓൺലൈനായി വീഡിയോ അയച്ചു കൊടുത്തും ഇങ്ങനെ വിശ്വസിപ്പിച്ച് എടുക്കുന്നു. അങ്ങനെ ആദിവാസി മേഖലയിലെ കുട്ടികൾക്കായി, അനാഥ കുട്ടികൾക്കായി പാവം സായിപ്പ് തെറ്റിദ്ധരിച്ച് ഇഷ്ടം മാതിരി FCRA വഴി ഫണ്ട് കൊടുക്കുന്നു. ഒരു വർഷം ഇങ്ങനെ 22,000 കോടി വരെ കിട്ടുന്നുണ്ട്. ഇതുപോലെ ചില തരികിട നന്മ മരങ്ങൾ ഏതെങ്കിലും വൃക്കരോഗി, അപൂർവ രോഗമുള്ള എക്സെട്ര കാണിച്ച് ചാരിറ്റി എന്നും പറഞ്ഞ് ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശത്തുള്ളവരിൽ നിന്നും ഫണ്ട് ഉണ്ടാക്കുന്നു. കിട്ടുന്നതിൽ 10% സഹായം കൊടുത്ത് ബാക്കി 90% അടിച്ചു മാറ്റുകയോ രാജ്യവിരുദ്ധ പ്രവർത്തകർക്ക് ബോംബുണ്ടാക്കുവാനും മാവോവാദികൾക്ക് ഫണ്ട് കൊടുക്കുവാനും ചിലർ മതമാറ്റ പ്രവർത്തനങ്ങൾക്കായും ഈ കിട്ടുന്ന ഫണ്ട് ഉപയോഗിക്കുന്നു. ഈ അടുത്ത് നടന്ന ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ നേരിട്ട് പങ്കെടുത്ത അൽഫല യൂണിവേഴ്സിറ്റിക്ക് ഇതുപോലെ അനാഥരെ സഹായിക്കുവാൻ, വനവാസികളെ സഹായിക്കുവാൻ ചാരിറ്റിക്ക് എന്ന പേരിൽ FCRA ഫണ്ട് 600 കോടിയാണ് വിദേശത്തിൽ നിന്ന് വന്നത്. അവർ അതെല്ലാം വകമാറ്റി ചിലവാക്കി ബോംബുണ്ടാക്കുവാൻ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി, 36 പുതിയ കാറുകൾ വാങ്ങി, പുതിയ തരം ബോംബുകൾ യൂണിവേഴ്സിറ്റി ഉള്ളിൽ തന്നെ ഉണ്ടാക്കി. അവിടെ പഠിച്ചിരുന്ന മെഡിക്കൽ കുട്ടികൾ പോലും ഒന്നും അറിഞ്ഞില്ല. ഒടുവിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിക്കുവാൻ ശ്രമിച്ചു. അവിടുത്തെ ഡോക്ടർമാരായ പ്രൊഫസർമാർ ചാവേറായി പൊട്ടിത്തെറിക്കുവാൻ തീരുമാനിച്ചു. ഇതിനായി അവരുടെ കുടുംബത്തിന് വൻ തുക ഈ FCRA ഫണ്ടിൽ നിന്ന് കൊടുത്തു. നമ്മുടെ ഭാഗ്യത്തിന് ആറ്റുകാർ പൊട്ടിച്ചെതറിയപ്പോൾ തന്നെ അതിന്റെ ഉറവിടം കണ്ടെത്തി ബാക്കി ബോംബ് നിറച്ച കാറുകൾ കസ്റ്റഡിയിൽ എടുത്തു. ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന ഒരുപാട് മാവോയിസ്റ്റുകളെ ഈ അടുത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ പോലീസ് പൊക്കിയിരുന്നു. ഇതിനായി അവർക്ക് ഫണ്ട് നൽകിയിരുന്നത് ചില FCRA ഫണ്ട് വാങ്ങിക്കുന്ന സംഘടന ആണെന്ന് കണ്ടെത്തി. വനവാസികൾ കൂടുതൽ ഉള്ളിടത്ത് അവരെ പണം കൊടുത്ത് മതം മാറ്റൽ നടത്തിക്കുകയാണ് മാവോവാദികൾക്ക് ലക്ഷ്യമായി കൊടുത്തത്. കൂടെ അവരുടെ സംഘടന വളർത്തുവാനും FCRA ഫണ്ട് പണം കൊടുത്തു. ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഇപ്പോൾ FCRA ഭേദഗതി കൊണ്ടുവന്ന് കണക്ക് കാണിക്കണം എന്നും എന്തിനാണ് സംഘടന തുടങ്ങിയത്, ഇനി മേലിൽ ആ ലക്ഷ്യത്തിന് മാത്രമേ ഫണ്ട് ചിലവാക്കാവൂ എന്നും പറയുന്നത്. അത് എല്ലാ മതക്കാർക്കും ബാധകമാണ്. ഇതുവരെ FCRA ഫണ്ടിന്റെ 50% അഡ്മിനിസ്ട്രേഷൻ ചാർജ് എന്നും പറഞ്ഞ് ചില സംഘടനകളുടെ തലപ്പത്തിയിരിക്കുന്നവർ അടിച്ചു മാറ്റിയിരുന്നു. വലിയ എസ്റ്റേറ്റ് ഒക്കെ സ്വന്തം പേരിൽ, കുടുംബക്കാരുടെ പേരിൽ ഉണ്ടാക്കി വിലസു ജീവിച്ചു. ഇനി അത്തരം തട്ടിപ്പ് നടക്കില്ല. പുതിയ നിയമപ്രകാരം ഇനി മൊത്തം കിട്ടുന്ന പണത്തിന്റെ 20% മാത്രമേ അഡ്മിനിസ്ട്രേഷൻ പൈസ എന്നും പറഞ്ഞ് എടുക്കുവാൻ പറ്റൂ. ബാക്കി പണം ഏത് ആവശ്യത്തിനാണോ പിരിച്ചത് അതിന് തന്നെ ചെലവാക്കണം.
എനിക്ക് കിട്ടിയ സംഭാവന അടിച്ചു മാറ്റുവാൻ പറ്റാത്തതിനാൽ ആണ് പലരും എതിരായത്. വിദേശ ഫണ്ട് വാങ്ങുന്നത് മൗലിക അവകാശം അല്ല. ഈ ഫണ്ട് ഇതിനൊക്കെ ഉപയോഗിച്ച് സംഘടനയുടെ ലക്ഷ്യത്തിന് മാത്രമാണ് ഇത്രയും കാലം ഉപയോഗിച്ചത് എന്ന് ഓരോ സംഘടനയും ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവരുടെ ആളോടെങ്കിലും പറയണം. നല്ല രീതിയിൽ അംഗങ്ങളോടെങ്കിലും പറയണം. നല്ല രീതിയിൽ ഈ ഫണ്ട് ഉപയോഗിക്കുന്ന കേരളത്തിന് പുറത്തുള്ള ഒരു സംഘടനകളും പ്രതിഷേധിച്ചില്ല. എന്തിന് പാർലമെന്റിൽ ഇതിന്റെ ചർച്ച നടത്തിയപ്പോൾ അന്ന് 20 MP-മാരും കൈയടിച്ചു പാസ്സാക്കി. ഇപ്പോൾ വിവാദമായപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇടപെടുന്നു. എല്ലാം കഴിഞ്ഞു പാർലമെന്റിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്നു. മാസങ്ങളോളം ഈ FCRA മിസ്യൂസ് ചെയ്യുന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് കേരളത്തിൽ MP-മാർ എതിർക്കാതിരുന്നത്? ഈ വിഷയം അന്ന് എന്തുകൊണ്ട് കേരളത്തിൽ സംഘടനകളെ അറിയിച്ചില്ല? കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. എന്തിന് പാർലമെന്റിൽ ഇതിന്റെ ചർച്ച നടത്തിയപ്പോൾ അന്ന് 20 MP-മാര് കൈയടിച്ച് പാസ്സാക്കി. ഇപ്പോൾ വിവാദമായപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇടപെടുന്നു. എല്ലാം കഴിഞ്ഞു പാർലമെന്റിന്റെ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്നു. ഇതെടുത്ത് പറയുന്നുണ്ട്. 20 MP-മാരും ഇത് വന്ന സമയത്തൊന്നും ഒരു എതിരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇലക്ഷൻ ആയപ്പോഴാണ് എടുത്തു പറയുന്നത്. കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് എന്തുകൊണ്ട് FCRA നടപ്പിലാക്കുന്നു എന്ന് ലളിതമാക്കി മുന്നോട്ട് വെച്ചിരിക്കും. ഇതൊക്കെ ഏതൊരു സാധാരണക്കാരനും കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ലളിതമായിട്ട് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ കണക്ക്, വരവ്, ചെലവുകളൊക്കെ തന്നെ നമ്മൾ എടുക്കുന്നില്ലേ? അതായത് കൃത്യമായിട്ട് വരുമാനം, കൃത്യമായിട്ട് ചിലവ്, ഇതൊക്കെ കണക്ക് കൂട്ടുന്നത് എല്ലാ രാജ്യത്തും ഉണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് FCRA വിദേശത്തുനിന്ന് ഫണ്ട് വരുമ്പോ അതിന്റെ കണക്ക് എടുക്കരുത് എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായ? ഒരു വീട്ടിൽ തന്നെ തന്റെ മക്കൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുന്നതിൽ അത് എന്തൊക്കെ വാങ്ങി, എന്ത് വാങ്ങാനാണോ വാങ്ങിയത്, അത് തന്നെയാണ് വാങ്ങിയത് എന്ന് നോക്കുന്നത് ശരിയല്ല എന്നാണ് ഓരോ മലയാളിയും മനസ്സിലാക്കണം. ഇവിടെ വളരെ ലളിതമാക്കി FCRA എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് ഫണ്ട് രാജ്യത്തേക്ക് വരുന്നു. അതും 22,000 കോടിയിലധികം രൂപ വർഷത്തിൽ വരുന്നതാ. ഇതിവിടെ പൊട്ടിത്തെറിക്കാനാണോ? ഇവിടെ യഥാർത്ഥത്തിൽ ചാരിറ്റിക്കാണോ? ഇതൊക്കെ നമ്മുടെ രാജ്യം നോക്കണ്ടേ? അത് മാത്രമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത്. ഇതൊക്കെ പൊക്കിപ്പിടിച്ച് FCRA ഒക്കെ പൊക്കിപ്പിടിച്ച് ഇപ്പൊ പ്രതിഷേധം. പാലയിൽ ഈ പറയുന്ന ഷോൺ ജോർജ് ജയിക്കുമെന്ന് ഉറപ്പായതോട് കൂടിയിട്ട് പ്രധാനമായിട്ട് പാലയിൽ പ്രതിഷേധമൊക്കെ അവിടെ ചൂട്ടാ മറുപടിയാ ഷോൺ ജോർജ് കൊടുക്കുന്നത്. നിങ്ങളതൊന്നും കേട്ടു. FCRA വലിയ പ്രശ്നമാണ്. 2 ദിവസമായി UDF-ന്റെ പ്രവർത്തകർ കുരിശുപള്ളിക്കവലയില് പ്രകടനം നടത്തുന്നു. കുരിശുപള്ളിക്കവല കുത്തിയിരിക്കുന്നു. എന്തൊരു സ്നേഹമാ ക്രിസ്ത്യാനിയോട്. ഞാൻ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്ത് മുനമ്പം എന്നൊരു ദേശമുണ്ടായിരുന്നു കേരളത്തിൽ. അവിടെ തീവ്രവാദ സംഘടനകൾ കേസ് കൊടുത്ത 610 കുടുംബങ്ങൾ വഖഫ് ബോർഡിന്റെ പിടിയിലായി. ആ 610 കുടുംബങ്ങൾ കുടിയിറക്കാൻ നേരത്ത് ഈ ജോസ് കെ മണി എവിടെയായിരുന്നു? ഈ പറയുന്ന കോൺഗ്രസ്സുകാരൻ എവിടെയായിരുന്നു? അത് പോട്ടെ, അത് നിയമത്തിന്റെ വഴി. അതിൽ ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്ത് പള്ളൂർത്തി സെന്റ് റീസസ് സ്കൂളിൽ ഒരു ഹിജാബ് പ്രശ്നത്തിന്റെ പേരിൽ STPയുടെ ഗുണ്ടകൾ കയറി കന്യാസ്ത്രീ മഠം ആക്രമിച്ച് ആ സ്കൂള്, കോൺവെന്റ് സ്കൂൾ അടപ്പിച്ചപ്പോ എവിടെയായിരുന്നു ജോസ് കെ മാണി? നിങ്ങൾ എവിടെയായിരുന്നു? മാണി സി കാപ്പനും കോൺഗ്രസും. അവിടെ ഷോൺ ജോർജ് ഉണ്ടായിരുന്നു. ഷോൺ ജോർജ് അല്ല അവിടെ എത്തിയത്. ഷോൺ ജോർജിനെ BJP പറഞ്ഞു വിട്ടതാണ് അവിടെ ചെന്ന വിഷയം ഏറ്റെടുക്കാൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ 25 വർഷം കേരള കോൺഗ്രസുമായി നടന്ന ഷോൺ ജോർജ് പറയുന്നു, എന്റെ മതസ്വാതന്ത്ര്യത്തിനും എന്റെ വിശ്വാസത്തിനും സംരക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ BJP ചേർന്നതിന് ശേഷം മാത്രമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. നിങ്ങൾ കേട്ടില്ലേ? FCRA ഒക്കെ പൊക്കിപ്പിടിച്ച് പ്രതിഷേധം നടത്തുന്ന UDF-കാരൊക്കെ പാലയിൽ പത്തി മടക്കി കണ്ടം വഴി ഓടിയെന്നാ കേട്ടോണ്ടിരിക്കുന്നത്. ഓരോ മലയാളിയും തിരിച്ചറിയാം, BJP ഒരു മതത്തിനെതിരല്ല, എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ സുഡാപ്പിസവും തീവ്രവാദവും ജിഹാദിസവും അത് ആര് പുറത്തേക്ക് എടുത്താലും അവരെ ഒന്നും തന്നെ അനങ്ങാൻ സമ്മതിക്കില്ല. സെന്റ് റീത്താസ് സ്കൂൾ SDPI-ക്കാര് പൂട്ടിച്ച സമയത്തെ, അങ്ങ് അടപ്പിച്ച സമയത്തെ ഷോൺ ജോർജ് ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്, BJP ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. UDF-ഉം LDF-ഉം സുഡാപ്പികൾക്കൊപ്പമായിരുന്നു. മന്ത്രിമാര് പോലും പ്രഖ്യാപനങ്ങളായിരുന്നു. UDF-ഉം LDF-ഉം ഒരുമിച്ച് പറയുന്ന സുഡാപ്പികൾക്കൊപ്പമായിരുന്നു. മുനമ്പം വിഷയത്തില് സുഡാപ്പികൾക്കൊപ്പ, സാധാരണക്കാരന്റെ ആവശ്യത്തിനൊപ്പമല്ല. ഇതൊക്കെ തന്നെ പാലയിലെ എന്നല്ല, കേരളത്തിൽ ഉടനീളം ബോധമുള്ള സകല മനുഷ്യരും തിരിച്ചറിയാണ്. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഈ പറയുന്ന പാലയിൽ
ഷോൺ ജോർജ് വിജയിക്കുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട. ഷോൺ ജോർജ് അവിടെ നിന്ന് വിജയിച്ച് MLA ആവുക തന്നെ ചെയ്യും. അവിടെയുള്ള ജനത കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ FCRAക്കൊക്കെ എതിരെ വരുന്ന ആളുകളോട് ഒരൊറ്റ ചോദ്യമുള്ളൂ. ഈ രാജ്യത്തേക്ക് ഈ 10-22,000 കോടി വർഷത്തിൽ വരുന്നതിന് കണക്കൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ മുന്നോട്ട് വെക്കാനേ.